എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും തിരിച്ചറിയോടെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാനം. എല്ലാ തോൽവികൾക്കും നാദാനം. നിന്റെ മുഖം കാണുവാൻ ആഗ്രഹിതമായി എല്ലാ കണ്ണുനീരിനും നാദാനം. നിന്റെ സാന്നിധ്യമറിയാം എല്ലാ തോൽവികൾക്കും നാദാനം. നിന്റെ മുഖം കാണുവാൻ ആഗ്രഹിതമായി എല്ലാ കണ്ണുനീരിനും നാദാനം. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂപോൽ ശോധനയിൽ ചൂളയിൽ പൊന്നുപോലെ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂപോൽ ശോധനയിൽ ചൂളയിൽ പൊന്നുപോലെ. കാഴ്ചയിൽ മരണത്തിൽ ജീവനിൽ ഉയർച്ചയിൽ കാഴ്ചയിൽ മരണത്തിൽ ജീവനിൽ സാന്നിധ്യം വാരി നാദാനം. സാന്നിധ്യം വാരി സാന്നിധ്യം വാരി നാദാനം. സാന്നിധ്യം വാരി സാന്നിധ്യം വാരി നാദാനം. സാന്നിധ്യം വാരി. ഹല്ലേലൂയ. നമ്മളീ പാട്ടൊക്കെ പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇത്രവരുള്ളതിന് ദൈവിക പരിജ്ഞാനം നമ്മൾ പാടിയെന്താ? കർത്താവേ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും. ആമേൻ. അവിടെ എനിക്ക് പണം മതിയെന്നല്ല, ഹല്ലേലൂയ. അവിടെ എനിക്ക് എൻ്റെ കുടുംബം മതിയെന്നല്ല, അവിടെ എൻ്റെ ഭർത്താവ് മതിയെന്നല്ല, അവിടെ എൻ്റെ ഭാര്യ മതിയെന്നല്ല, അവിടെ പാസ്റ്ററോ വിശ്വാസികളോ നാം ഇവരാരും മതിയെന്നല്ല നമ്മൾ പാടിയത്. കർത്താവേ, നിന്റെ സാന്നിധ്യം മാത്രം മതി. നിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവങ്ങളുടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. ദൈവം നമുക്ക് ഈ ഭൂമി തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ദൈവത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിനോട് നമ്മൾ ഒന്നായി ചേരുക എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ഇഷ്ടം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മറ്റെല്ലാ ബന്ധങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. ആമേൻ. ആ പരിമിതികളാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നതായിരിക്കുന്ന ഘട്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും. ഇത് നമുക്ക് തിരിച്ചറിവ് തരികയാണ്. ദൈവം നമ്മുടെ അകത്ത് തന്ന ദൈവത്തോട് നാം ചേർന്നിരിക്കുവാൻ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുവാൻ. ഹല്ലേലൂയ. ആമേ. മോശയോട് അങ്ങനത്തെ പറഞ്ഞേ. ആമേ. സ്തോത്രം. ഈ മരുഭൂമി യാത്രയിലൂടെ എന്റെ ജനത്തെ ഞാൻ ആമേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നിന്നെ നടത്തുമ്പോൾ ആമേ സ്തോത്രം എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോലും. ആമേ. ഈ ജനം ചിലപ്പോൾ നിനക്ക് നാളെ നിനക്കെതിരെ പറയാം. അല്ല, ജനത്തിന് എല്ലാം ദൈവത്തിന് അറിയാം. അവൻ നിനക്കെതിരായിട്ട് മാറും. പക്ഷേ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാവും.
നാളെ നമ്മൾ താഴ്ചയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഇതൊക്കെ എന്തിനാണ് ദൈവം നമുക്ക് ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യം കൂടെ പോകുന്നത്? നമ്മളെ നടത്തുന്നത് ദൈവ സാന്നിധ്യമാണോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ്. എന്നാ നമ്മൾ സന്തോഷിക്കുന്നത് കർത്താവ് തന്ന അല്പം പണത്തിലാണെങ്കിൽ അത് നാളെ തീർന്നു പോകുമ്പോൾ നമ്മുടെ സന്തോഷവും തീർന്നു പോകും. നമ്മുടെ ആരോഗ്യത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നതെങ്കിൽ നാളെ ഒരു പനി വരുമ്പോൾ നമ്മുടെ സന്തോഷം തീർന്നു പോകും. ആമേ നമ്മുടെ മക്കളിലാണ് നമ്മൾ സന്തോഷിക്കുന്നതെങ്കിൽ ആമേ നമ്മുടെ സ്ഥിതിഗതികൾ മാറുമ്പോൾ നമ്മുടെ സന്തോഷം മാറിപ്പോകും. പക്ഷെ ഇതെല്ലാം നമുക്കിങ്ങനെ ആമേ ദൈവം ഇളക്കി മറിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്ന സാന്നിധ്യത്തിൽ നാം പൂർണ്ണരായി മാറണം. ഹല്ലേലൂയ. ആ കർത്താവിൽ നാം പൂർണ്ണരായി മാറണം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വേറെ ആമേ സ്വന്തം നമുക്ക് ഇനി എന്തെങ്കിലും ദൈവം തരാനില്ല. നമുക്ക് തരേണ്ടത് ഏറ്റവും വലിയ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. അത് വേറൊന്നുമല്ല, കർത്താവിന്റെ സാന്നിധ്യം. ഈ ദൈവ സാന്നിധ്യം നമ്മളിവിടെ കിടന്നാം. മരണത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ്. മരണം കൊണ്ട് ബന്ധങ്ങളെല്ലാം തീർന്നു. പാട്ടുകാരൻ പാടിയ മരണം തീർന്നു, ജീവനില്ല, എന്റെ സാന്നിധ്യം മാത്രം മതി. എന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. ആമേ സ്തോത്രം ചെയ്യുന്നു. ആമേ ദൈവ സാന്നിധ്യം നമ്മുടെ വീട്ടൊരിക്കലും മാറിപ്പോകുന്നില്ല. നിത്യത വരെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആമേ സ്തോത്രം ഏറ്റവും വലിയ ദാനമാണ് ദൈവം നമുക്ക് ഈ ഭൂമി തന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ വില നമുക്കറിയത്തില്ല. നമ്മൾ നിസ്സാര വിഷയങ്ങളുടെ നടുവിൽ ഇത് നാം ദൈവം ചെയ്ത പല നന്മകളും മറന്ന് നാം നിരാശപ്പെടുമ്പോൾ ആമേ സ്വന്തം നാം അലമുറയിട്ട് കഴിയുമ്പോൾ ആമേ ദൈവത്തെ സ്തുതിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം പലതും നാം നഷ്ടമാക്കി കളയുമ്പോൾ ആമേ സ്വന്തം ഇതുപോലെ കാലം കർത്താവ് ആമേ നമുക്ക് തന്റെ ഗീതം വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാൻ കഴിയണം. ഹല്ലേലൂയ. ആമേ സന്തോഷത്തോടെ നമ്മുടെ കർത്താവ് നമുക്ക് നന്ദി പറയാൻ കഴിയണം. യേശുവിന്റെ നാമത്തിൽ മോശയെ കർത്താവ് വിളിക്കുന്ന സമയത്ത് മോശയെ ചിന്തിച്ച് നമ്മളെ പോലെ സാധാരണ രീതിയിലാണ് ചിന്തിച്ച് ആമേ കർത്താവ് എന്നെ കൊണ്ടത് പറ്റത്തില്ല. നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക. നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് തന്റെ ആത്മാവിനെ തന്നത്. ദൈവത്തിന് ഒരിക്കലും ആമേ സ്തോത്രം അബദ്ധം പറ്റിയിട്ടില്ല. അതിന് പറയുന്ന ദൈവം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുക. ദൈവത്തിന് അന്യഭാഷ പറയാനല്ല ദൈവം നമുക്ക് ആത്മാവിനെ തന്നത്. അവ രോഗികളെ സൗഖ്യമാക്കാനല്ല ദൈവം നമുക്ക് ആത്മാവിനെ തന്നത്. ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ എല്ലാം അതിന്റെ അകത്തുള്ളതായിരിക്കുന്ന ആമേ സ്തോത്രം ഓരോരോ ഭാഗങ്ങളാണ്. ദൈവം നമുക്ക് തന്റെ ആത്മാവിനെ തന്ന ഏറ്റവും വലിയ കാര്യം നമ്മളെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുചെല്ലാനാണ്. ഹല്ലേലൂയ. നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കാനാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതതിന്റെ സമയത്ത് അത് ഭംഗിയായി ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇവിടെ പ്രസക്തിയില്ല, നമ്മുടെ പണത്തിന് ഇവിടെ പ്രസക്തിയില്ല, നമ്മുടെ കുടുംബത്തിന്റെ മഹിമയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. അങ്ങനെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രശംസ എന്ന് പറയുന്നത് അവന്റെ പേര് ദൈവമാകുന്ന ആത്മസാന്നിധ്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും സന്തോഷം അതിലേക്ക് ആമേൻ. നമ്മൾ ഭൗതിക തലത്തിലല്ല നമ്മുടെ കുടുംബത്തെ അപേക്ഷിക്കേണ്ടത്. നമ്മുടെ തലമുറയെ നോക്കി പറയാൻ കഴിയുമോ കർത്താവേ ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം എന്റെ കുഞ്ഞുങ്ങളുടെ പേരുണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു പ്രതീക്ഷിക്കാം. എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇടപെടലുണ്ട്. എന്റെ ഭാര്യയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇടപെടലുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം അവരില്ല എങ്കിൽ അവ ഒരു കാര്യം പറഞ്ഞു എന്തുണ്ടെന്ന് പറഞ്ഞാലും അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതെല്ലാം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ ഒരു പ്രതിസന്ധിയിലും മാറിപ്പോകാത്ത ഒന്നേ ഉള്ളൂ, അത് കർത്താവിന്റെ സാന്നിധ്യം മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ തിരിച്ചറിവോടെ നമുക്ക് ദൈവത്തോട് പറയാം. ആമേൻ. ആ തിരിച്ചറിവോടെ പറയാം, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. ആ സാന്നിധ്യം മാത്രം മതി കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം ആരിലൊക്കെ പകരണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തിന്റെ തലമുറയിൽ പകരണം. ഹല്ലേലൂയ. അതിന്റെ ഭർത്താവിൽ പകരണം കർത്താവ്, അതിന്റെ ഭാര്യയിൽ പകരണം. ഹല്ലേലൂയ. അതിന്റെ പിതാവിൽ പകരണം, എന്റെ മാതാവിൽ പകരണം. ആമേൻ. സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാവരുടെ പേരും കർത്താവ് പ്രാർത്ഥന പഠിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. അവൻ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പൊ ദൈവം നമ്മുടെ മേൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ ആത്മാവിൽ പറയപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ ശക്തരായി മാറണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് ആ തിരിച്ചറിവോട് ഒരിക്കൽ കൂടെ കർത്താവിന്റെ സ്ഥലം പറയാൻ സാന്നിധ്യം മാത്രം മതി കർത്താവ്. ഹല്ലേലൂയ. സൂര്യനിൽ പൊന്നു പോലെ
ശോധനയിൽ ചൂടയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം എല്ലാ അനുഭവങ്ങൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ നിത്യതയ്ക്ക് യോഗ്യതയ്ക്കാക്കി മാറ്റണം. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാനം എന്റെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാനം എല്ലാ തോൽവികളും സാന്നിധ്യത്തിനായി നന്ദി പറയുക. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് മുന്നേറാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി. ആ ദൈവ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി. കർത്താവേ ഞങ്ങളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി. ആ മേലാമേലാമനോട് വെളിപ്പാടുകളാണ് ദൈവം ഞങ്ങളെ നടക്കുന്നതിനായി നന്ദി പറയുക.